സിറിയയിൽ ഇസ്ലാമിക വിമത തീവ്രവാദികൾ അഴിച്ചുവിട്ടിരിക്കുന്ന കലാപം ഇപ്പോൾ അലപ്പോ അടക്കമുള്ള പ്രമുഖ നഗരങ്ങളിലെ ക്രൈസ്തവ സമൂഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് കടുത്ത വംശഹത്യാഭീഷണി നേരിടുന്ന ഈ കടുത്ത ദുരിതത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള തത്രപ്പാടിലാണ് സിറിയയിലെ ക്രൈസ്തവ സമൂഹം. ഏകദേശം 30,000-ലധികം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഏകദേശം 35 ലക്ഷം ആളുകൾ താമസിക്കുന്ന അലപ്പോ എന്ന സിറിയൻ നഗരത്തെ അൽഖ്വയ്ദയും ഐസിസുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദികൾ പിടിച്ചെടുത്തതിനാൽ ലോകത്തിലെ അതിപുരാതന ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നായ അവർ ഇപ്പോൾ വംശഹത്യയുടെ വക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിമതർ എന്ന് പരക്കെ വിശേഷിപ്പിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാൽ കടുത്ത ആക്രമണം നേരിടുന്ന അലപ്പോയിൽ നിന്ന് കഴിഞ്ഞ 12 വർഷത്തിനിടെ ഏകദേശം 2 ലക്ഷത്തോളം ക്രൈസ്തവരാണ് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു പോയത്. ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ അൽഖ്വയ്ദയുടെ സഖ്യകക്ഷികളായ ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാം കഴിഞ്ഞ ദിവസം നഗരത്തിൻ്റെ വലിയ ഭാഗങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് വംശഹത്യ അടക്കമുള്ള സമാനതകളില്ലാത്ത ദുരിതത്തിലേക്ക് അവിടുത്തെ ക്രൈസ്തവ സമൂഹം എത്തിപ്പെട്ടത്. അലപ്പോയ്ക്ക് ശേഷം ഇപ്പോൾ തീവ്രവാദികൾ പിടിച്ചടക്കിയ ഹാമ നഗരവും ക്രൈസ്തവ അധിവാസമുള്ള സ്ഥലമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ സഹായത്തോടെ 2011 ജബത്ത് അൽ ന്യൂസ് ഫ്രണ്ട് ആണ് കൂടുതൽ വിപുലീകരിച്ച തീവ്രവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന തഹ്രീർ അൽ ഷാം എന്ന ഈ ഭീകര സംഘടന. ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ അവർ ആസന്നമായിരിക്കുന്ന ക്രിസ്മസിനെ എതിരേൽക്കാൻ അവർ ഒരുക്കിയിരുന്ന എല്ലാ ക്രിസ്മസ് അലങ്കാരങ്ങളും നശിപ്പിക്കുകയും സൈനികരടക്കം പിടികൂടിയവരെയെല്ലാം കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രൈസ്തവർ അടുത്ത കൂർദിഷ് നഗരങ്ങളിലേക്ക് പലായനം ചെയ്തെങ്കിലും കുർദുകൾക്കെതിരെയും ഇസ്ലാമിക തീവ്രവാദികൾ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. മുമ്പത്തെ ആക്രമണത്തിൽ അലപ്പോയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ ബിഷപ്പ് യോഹന്ന ഇബ്രാഹിം, സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ ബിഷപ്പ് പൗലോസ് യാസിജി എന്നിവരെയും ഇസ്ലാമിക തീവ്രവാദികളെന്ന് സംശയിക്കുന്ന അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റും മറ്റ് ജിഹാദി ഗ്രൂപ്പുകളും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ ക്രൈസ്തവ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും കൂടാതെ ബലാത്കാരമായ മതപരിവർത്തനത്തിനായി ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുകയും ചെയ്യുകയാണ്. പ്രായഭേദമന്യേ ക്രിസ്ത്യൻ സ്ത്രീകളെ അടിമകളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ട് മുതൽ ക്രിസ്തുമതം നിലനിൽക്കുന്ന സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചാണ് യേശുവിൻ്റെ അനുയായികൾ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടതെന്നതും പൗലോസ്ലീഹ നീണ്ട 14 വർഷങ്ങൾ ഇതേ അന്ത്യോക്യയിൽ ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും സിറിയയുടെ പടിഞ്ഞാറുള്ള PCDAയിലെ അന്ത്യോക്യയിൽ വെച്ച് അദ്ദേഹം പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നും വ്യക്തമാക്കുന്ന പുതിയ നിയമവാക്യങ്ങളെല്ലാം ഈ സ്ഥലത്തെ ക്രൈസ്തവ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നവയാണ്. എന്നാൽ ആഭ്യന്തര യുദ്ധത്തിന് മുൻപ് അവിടെ താമസിച്ചിരുന്ന 22 ലക്ഷം ക്രിസ്ത്യാനികളിൽ ഇപ്പോൾ അശേഷിക്കുന്നതായി കണക്കാക്കുന്നത് കേവലം 2% മാത്രമാണ്. അതായത് വെറും 3 ലക്ഷം പേർ മാത്രം എന്നറിയുമ്പോഴാണ് അവിടുത്തെ വംശഹത്യയുടെ ഭീകരത വ്യക്തമാകുന്നത്. ഇപ്പോഴത്തെ സിറിയയിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷവും ഒട്ടോമൻ തുർക്കികൾ അഴിച്ചുവിട്ട അർമേനിയൻ അസീറിയൻ വംശഹത്യകളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് വന്നവരാണ്. അന്ന് പട്ടിണിയും കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള തിന്മകളാൽ ഏകദേശം 30 ലക്ഷം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. സിറിയൻ മരുഭൂമിയിലേക്ക് ക്രൈസ്തവരെ മരണ മാർച്ചിന് അയച്ചായിരുന്നു ഓട്ടോമനുകൾ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തത്. സിറിയയിലെ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് അലപ്പോയിലും ഹാമയിലുമുള്ള ക്രൈസ്തവർക്ക് ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശക്തമായ പ്രാർത്ഥന ഉയരേണ്ട സമയമാണ് ഇത്.